നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ എക്കാലത്തെയും പ്രതിഭാശാലിയായ ഷൂട്ടിംഗ് പരിശീലകൻ ദ്രോണാചാര്യ സണ്ണി തോമസ് ഓർമ്മയായിരിക്കുകയാണ്. ഒളിമ്പിക്സിലും ഏഷ്യാഡിലും കോമൺവെൽത്ത് ഗെയിംസിലും ഉൾപ്പെടെ ഇന്ത്യയ്ക്ക് മെഡൽ വർഷം സമ്മാനിച്ച പ്രൊഫസർ സണ്ണി തോമസിന്റെ അന്ത്യം കോട്ടയം ഉഴവൂരിലെ വസതിയിൽ രാവിലെയായിരുന്നു. 19 വർഷം തുടർച്ചയായി ഇന്ത്യൻ ടീമിന്റെ ചീഫ് കോച്ചായിരുന്നു സണ്ണി തോമസ്. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് വെള്ളി നേടിയപ്പോൾ ഇന്ത്യയുടെ ഒളിമ്പിക് ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തിഗത വെള്ളി മെഡലായി അത് മാറി. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ അഭിനവ് ബിന്ദ്ര സ്വർണമണിഞ്ഞപ്പോൾ അത് ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണമായി രാജ്യം അഭിമാനം കൊണ്ടു. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വിജയകുമാർ വെള്ളിയും ഗഗൻ നാരംഗ് വെങ്കലവും നേടിയപ്പോഴും സണ്ണി തോമസിലെ പരിശീലകന് അംഗീകാരമെത്തി. ദേശീയ തലത്തിൽ 200-ലേറെ ഷൂട്ടർമാരുടെ പരിശീലകനായിരുന്നു സണ്ണി തോമസ്. ഇന്ത്യൻ റെയിൽവേയിലും കസ്റ്റംസിലും ഉൾപ്പെടെ സണ്ണിയുടെ ശിഷ്യർ സ്പോർട്സ് ക്വാട്ടയിൽ ജോലി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഷൂട്ടിങ്ങിന് 5 തവണ സംസ്ഥാന ചാമ്പ്യനും 1976 ദേശീയ ചാമ്പ്യനുമായിരുന്നു ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന സണ്ണി തോമസ്. 2001 സണ്ണി തോമസിനെ രാജ്യം പരമോന്നത പരിശീലക ബഹുമതിയായ ദ്രോണാചാര്യ ബഹുമതി നൽകി ആദരിച്ചത്. 5 ലക്ഷം രൂപയും ദ്രോണാചാര്യരുടെ വെങ്കല പ്രതിമയും മെഡലും ഉൾപ്പെടുന്നതാണ് ദ്രോണാചാര്യ പുരസ്കാരം. കോട്ടയം തിടനാട് മേക്കാട്ട് കെ തോമസിൻ്റെയും മറിയക്കുട്ടിയുടെയും മകനായ സണ്ണി തോമസ് കോട്ടയം CMS കോളേജിലായിരുന്നു വിദ്യാഭ്യാസം. ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ അധ്യാപകനായി ചേരും മുൻപ് തേവര സേക്രഡ് ഹാർട്ട് കോളേജിലും കുറേക്കാലം അധ്യാപകനായി സണ്ണി തോമസ് സേവനം ചെയ്തു. ഏഷ്യൻ ഗെയിംസുകളിൽ 29 മെഡലുകളും കോമൺവെൽത്ത് ഗെയിംസിൽ 95 മെഡലുകളും സണ്ണി തോമസിന്റെ ശിഷ്യഗണങ്ങൾ സ്വന്തമാക്കി. 1965 കോട്ടയം റൈഫിൾ ക്ലബ്ബിൽ അംഗത്വം നേടിയതാണ് സണ്ണിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. അത്തരത്തിൽ 5 തവണ സണ്ണി തോമസ് സംസ്ഥാന ചാമ്പ്യനായി മാറി. പിന്നീട് 1976 ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യനുമായി. 1993 മുതൽ റൈഫിളിംഗ് പരിശീലകത്തിലേക്ക് കടന്നു വന്നതോടെയാണ് ഇന്ത്യ റൈഫിളിംഗ് രംഗത്ത് പേരും പെരുമയും സ്വന്തമാക്കിയത്. 4 പതിറ്റാണ്ട് മുൻപ് ഇന്ത്യക്ക് തികച്ചും അന്യമായിരുന്ന കായിക രംഗമാണ് റൈഫിളിംഗ്. ഈ രംഗത്ത് തനതായ ഒരു വിലാസവും നേട്ടവും സമ്മാനിക്കാൻ മലയാളിയായി ഈ അധ്യാപകന് സാധിച്ചു എന്നതാണ് നേട്ടം. ഷൂട്ടിങ്ങിൽ ചൈനയുടെ ആധിപത്യം തകർക്കാനായത് സണ്ണി തോമസിന്റെ പരിശീലനത്തിലൂടെയാണ്. ഇന്ത്യൻ കായികവേദിയിൽ ഇത്രത്തോളം നേട്ടങ്ങൾ സമ്മാനിക്കാനായ മറ്റൊരു പരിശീലകൻ വേറെയില്ലെന്ന് പറയാം. കോട്ടയം ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം മേധാവിയായിരുന്ന പ്രൊഫസർ KJ ജോസമ്മയാണ് സണ്ണിയുടെ ഭാര്യ. മുൻ സംസ്ഥാനതല ഷൂട്ടിംഗ് ചാമ്പ്യന്മാരായ മനോജ് സണ്ണി, സനിൽ സണ്ണി, മകൾ സോണിയ സണ്ണി എന്നിവരാണ് മക്കൾ. പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥനായ ദ്രോണരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന ദേശീയ പുരസ്കാരം മികച്ച കായിക അധ്യാപകന് 1985 മുതലാണ് നൽകി തുടങ്ങിയത്. ദ്രോണാചാര്യരുടെ ഒരു വെങ്കല പ്രതിമയും പ്രശസ്തി പത്രവും 5 ലക്ഷം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്ത്യയിൽ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡിന് അർജുന അവാർഡെന്ന് പേര് നൽകാൻ കാരണം തന്നെ ദ്രോണർ അർജുനന്റെ ഗുരുവായതിനാലാണ്. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സ്പോർട്സ് പരിശീലകൻ എന്ന ഖ്യാതിയും അംഗീകാരവും സ്വന്തമാക്കിയാണ് സണ്ണി തോമസ് വിട പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.